ഗ്രൂമിങ് ഗ്യാങ് ഈ ടേം ഭയങ്കരമായിട്ട് ഇപ്പോൾ വൈറലായിട്ട് പോകുന്നുണ്ട്. ഗ്രൂമിങ് ഗ്യാങ് ഓഫ് TCS, ടാറ്റ കൺസൾട്ടൻസി സർവീസസ്. ടാറ്റ കൺസൾട്ടൻസി സർവീസസിൻ്റെ TCSൻ്റെ BPO യൂണിറ്റ് ഇൻ നാഷിക് ഭയങ്കരമായിട്ടുള്ള വിഷയങ്ങളിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മഹാരാഷ്ട്ര നാഷിക്കിലുള്ള BPO യൂണിറ്റ് ഓഫ് TCSൽ സെക്ഷൽ ഹറാസ്മെൻറ്റ്, സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് റിലീജിയസ് കൺവേർഷൻ ഓഫ് ഫീമെയിൽ കൊലീഗ്സ്, ഹിന്ദു മതത്തിൽപ്പെട്ട സ്ത്രീകളെ, ദർ ആർ സം ന്യൂസ് ലൈക്ക് എന്താ പറയുക, കുറച്ച് ആണുങ്ങളെയും ഇവർ ഈ രീതിയിൽ ഹരാസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതിൽ തന്നെ ഒരാൾ പോയി കേസ് കൊടുത്തിട്ടുണ്ട്. ബട്ട് മെജോറിറ്റി സ്ത്രീകളെ, അതും കുറച്ച് ഫിനാൻഷ്യലി ഡൗൺ ആയിട്ടിരിക്കുന്ന സ്ത്രീകളെ, ഡിവോഴ്സികളായിട്ടുള്ള സ്ത്രീകളെ അങ്ങനെ ടാർഗറ്റ് ചെയ്ത് മതപരിവർത്തനം നടത്തുന്നു, അവരെ സെക്ഷുവലി എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, സെക്ഷുവൽ ഹരാസ്മെൻറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയുടെ MNC ജയൻ്റായ TCSൽ ഇതുപോലത്തെ ഒരു ന്യൂസ് നോ വൺ എക്സ്പെക്റ്റഡ്. അപ്പോൾ എന്താണെങ്കിലും ഡീപ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് സംസാരിക്കാനുണ്ട്. ആദ്യം തന്നെ ഈ വിഷയങ്ങളൊക്കെ എവിടുന്നെങ്കിലും ഒരു കോൺസ്പിരസി തിയറി പോലെ എടുത്തു വെച്ച് കൊണ്ടുവന്ന് ഇവിടുത്തെ മീഡിയ ഡിസ്കഷനിൽ ആക്കിയതാണ് എന്ന് ആർക്കും പറയാൻ പറ്റുമൊന്നുമില്ല. ദർ ഈസ് എ പ്രോപ്പർ FIR, ദർ ഈസ് എ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം, അവരുടെ അണ്ടർ കവർ ഓപ്പറേഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഈ വിഷയത്തിനകത്ത്. ഓക്കെ, ആദ്യം ഞാൻ ഇവിടെ ന്യൂസ് പ്ലേ ചെയ്യാം. ടാറ്റ കൺസൾട്ടൻസി സർവീസിന്റെ BPO യൂണിറ്റിൽ ജോലി ചെയ്യുന്ന ഹിന്ദു യുവതി റംസാൻ സമയത്ത് വ്രതം അനുഷ്ഠിക്കുന്നത് വീട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മേലുദ്യോഗസ്ഥനായ വ്യക്തി യുവതിക്ക് വിവാഹ വാഗ്ദാനം നൽകിയെന്നും മുസ്ലിം മതത്തിലേക്ക് മാറാൻ പ്രേരിപ്പിച്ചെന്നും കണ്ടെത്തി. ഇയാൾ വിവാഹിതനാണെന്ന് അറിഞ്ഞതോടെ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകി. വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി പീഡിപ്പിച്ചു എന്നതായിരുന്നു ഇയാൾക്കെതിരെയുള്ള പ്രധാന പരാതി. കാര്യങ്ങൾ വ്യക്തമായി അറിയാൻ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ കമ്പനിയിൽ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫായി പ്രവേശിച്ച് അന്വേഷണം നടത്തി. വനിതാ ജീവനക്കാർക്ക് നേരെ ലൈംഗിക അതിക്രമം, അപകീർത്തിപ്പെടുത്തൽ അടക്കമുള്ള കുറ്റങ്ങൾ കമ്പനിയിൽ നടക്കുന്നുണ്ടെന്ന് ഉദ്യോഗസ്ഥർ കണ്ടെത്തി. ആദ്യം പരാതി നൽകിയ പെൺകുട്ടിക്ക് പിന്നാലെ മറ്റ് വനിതാ ഉദ്യോഗസ്ഥരും ഇതേ കമ്പനിയിലെ മേലുദ്യോഗസ്ഥർക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയതോടെ 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഷാഫി ഷെയ്ഖ്, ആസിഫ് അൻസാരി, തൗസിഫ് അത്തർ, ഷാരുഖ് ഖുറേഷി, റാസ മേമൻ, ഡാനിഷ് ഷെയ്ഖ്, അശ്വിനി ചൈനാനി എന്നിവരാണ് അറസ്റ്റിലായത്. എന്നാൽ പ്രതികളെ പുറത്തുള്ളവർ നിയന്ത്രിച്ചിരുന്നോ എന്നതിന് തെളിവൊന്നും കിട്ടിയിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു. യുവതികൾ ഇക്കാര്യം അറിയിച്ചിട്ടും കമ്പനിയിലെ HR വിഭാഗം ഇവർക്കെതിരെ നടപടിയെടുത്തില്ല എന്നും പരാതിയുണ്ട്. 12 വനിതകളെയാണ് ഇവിടുത്തെ ഈ റാക്കറ്റ് ലക്ഷ്യമിട്ടതെന്നുള്ള കാര്യമാണ്. ഇതിൽ 9 പേരുടെ പരാതി അടക്കം ലഭിച്ച് അവരിൽ നിന്ന് മൊഴിയടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 3 പേരുടെ പരാതികൾ കൂടി ലഭിച്ചിട്ടുണ്ടെന്നും അവരുടെ മൊഴിയടക്കം രേഖപ്പെടുത്തി അതിലും അന്വേഷണത്തിലേക്ക് നീങ്ങുകയാണെന്നുള്ള കാര്യമാണ് ഇപ്പോൾ നാസിക് പോലീസ് വ്യക്തമാക്കുന്നത്. മലേഷ്യയിലുള്ള ഒരു മതപ്രബോധകൻ ഇമ്രാൻ എന്നുള്ള വിളിക്കുന്ന ഈ മതപ്രബോധകന് ഇതിലൊക്കെ തന്നെ ചില ബന്ധങ്ങളുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന്റെ ചില കണ്ടെത്തലുകളായി അവിടുത്തെ ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് പുറത്തു വന്നിരിക്കുന്നത്. ഈ പെൺകുട്ടികളും ഈ അറസ്റ്റിലായവരും തമ്മിലുള്ള ചാറ്റിലൊക്കെ തന്നെ ഇയാളുടെ പേരുകൾ ഇടയ്ക്കിടയ്ക്ക് വലിച്ചിഴയ്ക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾക്കും ഈ റാക്കറ്റുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. മലേഷ്യയിലാണ് ഈ ഇമ്രാൻ എന്നുള്ള മതപ്രബോധകനുള്ളത്. അയാളെ കണ്ടെത്താനും അയാളെ കസ്റ്റഡിയിലെടുക്കാനുമുള്ള നടപടിയിലേക്കൊക്കെ തന്നെ നീങ്ങുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു പെർട്ടിക്കുലർ ന്യൂസ്. ഇവിടുത്തെ മീഡിയാസ്, കേരളത്തിലെ മലയാളം ന്യൂസ് ചാനലുകൾ എന്തുകൊണ്ട് ഈ ഒരു വാർത്ത ഏറ്റെടുക്കുന്നില്ല എന്ന് റൈറ്റ് വിങ് ചാനലുകൾ ഒരുപാട്, മലയാളത്തിലുള്ള ക്രിയേറ്റേഴ്സ്, ഓക്കെ, പൊളിറ്റിക്കൽ സാധനങ്ങൾ സംസാരിക്കുന്ന റൈറ്റ് വിങ്ങിൻ്റെ മൗത്ത് പീസ് ആയിട്ടുള്ള ഒരുപാട് പേര് വന്നിരുന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ കമൻറ്റ് ബോക്സിലും ഞാൻ കണ്ടു കുറേ പേര് വന്നിരുന്ന് TCS വിഷയം എന്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ആദ്യ സമയത്ത് ഈ ഒരു ന്യൂസ് ആദ്യം വന്ന സമയത്ത് ഇതും ഒരു പ്രൊപ്പഗണ്ടയാണോ ഇനി എന്നുള്ള രീതിക്ക് തോന്നാവുന്ന രീതിയിലുള്ള കുറേ സാധനങ്ങൾ ഇതിനകത്തൊരു ബിൽഡപ്പ് എനിക്ക് പേഴ്സണലി ഫീലായി. ഓക്കെ, അതുകൊണ്ടാണ് ആ ടൈമിലൊക്കെ ആ ഒരു പെർട്ടിക്കുലർ ന്യൂസ് ഫോളോ ചെയ്യുക, അതിനെ കുറേ അപ്ഡേറ്റ്സ് എടുത്ത് വെക്കുക. ഇതിൽ വെൻ ഐ ഫീൽ ലൈക്ക് ഓക്കെ ഇതിലെന്തെങ്കിലും ഉണ്ട് എന്ന് തോന്നുമ്പോൾ ഞാൻ സംസാരിച്ചാൽ മതി.
അല്ലാതെ എക്സ്ട്രീം റൈറ്റ് വിങ് ഇറക്കി വിടുന്നൊരു പ്രൊപ്പഗണ്ട എടുത്തു കൊണ്ടുവന്ന് വെച്ച് അത് ശരിയാണെന്ന് നിങ്ങൾ പാടി നടക്കുന്ന പോലെ പാടി നടക്കാൻ എനിക്ക് താല്പര്യമില്ല. ഫൈൻ. വൈ ഐ ആം ഡൂയിങ് ദിസ് നൗ? എൻ്റെ ഒരുപാട് ഫ്രണ്ട്സ് IT സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരുണ്ട് ബാംഗ്ലൂർ. ആൻഡ് TCSൽ തന്നെ വർക്ക് ചെയ്യുന്ന ഇഷ്ടംപോലെ ഫ്രണ്ട്സ് എനിക്കുണ്ട്. ഞാൻ ആദ്യം ഇനീഷ്യലി ഈ ഒരു പെർട്ടിക്കുലർ ന്യൂസ് കേട്ടപ്പോൾ ഇപ്പോൾ പലരും ന്യൂസിൽ പറയുന്നുണ്ട് ഞെട്ടിത്തരിച്ചു. ഞെട്ടിത്തരിക്കാനൊന്നുമില്ല. ഇതിനു മുമ്പും 1-2 കണ്ടൻറ്റുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും ഈസി ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വിഭാഗം ആളുകളാണ് ഈ IT പ്രൊഫഷണൽസ്. ബിക്കോസ് അവരുടെ ലൈഫ് ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക, പ്രഷർ കുക്കറാണ്. മനസ്സിലായോ? അവർക്ക് ഇഷ്ടം, സ്നേഹം, വൈബടിക്കുക, നേച്ചർ, മനസ്സിലായോ? അവർക്ക് നിങ്ങളൊന്ന് ആലോചിക്കുക, ഒരു IT പ്രൊഫഷണലിൻ്റെ ലൈഫ്. ഞാൻ പിന്നെ സ്നേഹേൻ്റെ ലൈഫൊക്കെ ഞാൻ കാണുന്നതാണ്. സ്കൂള് മുതൽ അങ്ങോട്ട് ബാഗും തൂക്കി പോകുന്ന ആ ഒരു പ്രക്രിയ ഇപ്പോഴും അതേ ബാഗിൽ തന്നെയാണ് അവർ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ബാഗ് ഇപ്പോഴും തോളത്തുണ്ട്. ഞാൻ ചിലപ്പോൾ സ്നേഹനോട് ചോദിക്കാറുണ്ട്, സ്നേഹ അനക്ക് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇതിൻ്റെ ഒരു ആവശ്യമില്ല, ബട്ട് സ്റ്റിൽ എൻ്റെ ഇഷ്ടമാണ് നീ വർക്ക് ചെയ്യുക, അത് നിൻ്റെ പീസ് ഓഫ് മൈൻഡ്, നിൻ്റെ കാര്യങ്ങൾ, ദാറ്റ്സ് വെരി പേഴ്സണൽ. ബട്ട് സ്റ്റിൽ ഞാൻ ഈ യൂട്യൂബൊക്കെ വെച്ച് ഇങ്ങനെ എൻ്റെതായ ഏർണിങ്സ് ഉണ്ടാക്കുമ്പോൾ, എൻ്റെ ഈ ഒരു സോഷ്യൽ മീഡിയ സാധനമൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ കുറച്ചുകൂടി ഫ്രീ ആണ്. എനിക്ക് അങ്ങനത്തെ ഒരു ടോർച്ചറോ ഒരു മെൻ്റൽ പീസിന് കുറവൊന്നുമില്ല. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഞാനാണ് എൻ്റെ ബോസ്, ആവശ്യമുള്ള സമയത്ത് എനിക്ക് ബ്രേക്ക് എടുക്കാം, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് ചെയ്യാം. ഐ ഹാവ് ഓൾ ഫ്രീഡം. പക്ഷെ ഇവരുടെയൊക്കെ ലൈഫ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്, അങ്ങനെ ഒരു പ്രഷർ കുക്കർ ലൈഫിൽ ഒരു ബാഗ് തോളത്തുനിന്ന് പോരാത്തൊരു ജീവിതം. ആ ജീവിതത്തിൽ പല രീതിയിൽ പലരും മാനിപ്പുലേറ്റ് ചെയ്യാനും യൂസ് ചെയ്യാനൊക്കെ ഇവരെ ശ്രമിക്കും. ആൻഡ് ഡെഫിനറ്റ്ലി ഇപ്പം ഈ ഒരു വിഷയത്തിൽ, TCSൽ ഈ ഒരു വിഷയത്തിൽ ദർ ഈസ് എ പാറ്റേൺ. ഇപ്പോൾ പലരും പറയുന്നുണ്ട് TCSൽ നടന്നത് ലവ് ജിഹാദാണ് എന്നുള്ളത്. ഇതിനകത്ത് 1-2 സാധനങ്ങൾ, ഒന്ന് ഈ ലവ് ജിഹാദ്, പിന്നെ മതപരിവർത്തനം, പിന്നെ ഹിന്ദു ദൈവങ്ങളെ ആക്ഷേപിക്കുക, ബീഫ് കഴിപ്പിക്കുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരു സിനിമ എടുക്കുകയാണ് ഒരാൾ. ഓക്കെ, ആ സിനിമ എടുക്കുന്ന സമയത്ത് റിയൽ ലൈഫ് എന്താണോ, അതായത് ദിസ് ഈസ് എ റിഫ്ലക്ഷൻ ഓഫ് റിയൽ ഇൻസിഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് സിനിമ എടുക്കാം. സിനിമയ്ക്ക് വേണ്ടി കുറച്ച് എക്സാജുറേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഇടാം. ഈ കേസിൽ കുറച്ച് എക്സാജുറേറ്റഡ് ആയിട്ടുള്ള ഐറ്റങ്ങൾ അവിടെ ഇവിടെയും കയറി വന്ന പോലത്തെ ഒരു ഫീൽ എനിക്ക് വന്നിട്ടുണ്ട് ചില പോർഷൻസിനകത്ത്. ലെറ്റ് മീ വെരി ക്ലിയർ, ചില പോർഷൻസിനകത്ത്. പക്ഷെ അല്ലാത്ത പക്ഷം ഒരു ക്രൈം നടന്നതിൻ്റെ ഒരു മോഡസ് ഓഫ് ബ്രാൻഡി നോക്കുന്ന സമയത്ത് ആ മോഡസ് വളരെ എവിഡൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇത് സംസാരിക്കുമ്പോൾ പല മുസ്ലിം സുഹൃത്തുക്കൾക്കും ഭയങ്കരമായിട്ടുള്ള ദേഷ്യവും സങ്കടമൊക്കെ വരുമായിരിക്കും. ബട്ട് ഐ വിൽ സേ ദിസ്, മുസ്ലിം സഹോദരങ്ങളുടെ ഏറ്റവും വലിയൊരു സീൻ ഞാൻ കാണുന്നത് എന്താ അറിയോ, നമ്മൾ വന്നിരുന്നിട്ട് ഒരു കൂട്ടം മുസ്ലിമിൽ തന്നെ ഒരു കൂട്ടം ആളുകൾ ഈ ജിഹാദിന് വേണ്ടി ഇതേപോലുള്ള ആക്ടിവിറ്റീസ് ഈ നാട്ടിൽ ചെയ്യുന്നുണ്ട്. അത് ലവ് ജിഹാദ് എന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് ജിഹാദിന് വേണ്ടി ഒരു തരം എന്താ പറയുക, ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യുക. അതിൽ തന്നെ എസ്പെഷ്യലി സ്ത്രീകളെ ടാർഗറ്റ് ചെയ്യുക, ചെറിയ കുട്ടികളെ, ആൺകുട്ടികളെ ടാർഗറ്റ് ചെയ്യുക, അവരിലേക്ക് മതം പറഞ്ഞു. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഒരാൾക്ക് അയാളുടെ മതം എന്ത് ചെയ്യാം, പ്രൊപ്പഗേറ്റ് ചെയ്യാം. അയാൾക്ക് അത് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. പക്ഷെ അത് ചെയ്യേണ്ടത് എങ്ങനെയാണ്? പ്രലോഭനങ്ങൾ കൊടുത്തോ ഒരാളെ ഭീഷണിപ്പെടുത്തിയിട്ടോ അല്ല. മനസ്സിലായില്ലേ? ഒരാൾക്ക് വേണമെങ്കിൽ മതം മാറാം, വേറൊരു മതം സ്വീകരിക്കാം. അതും വേറൊരാളുടെ ഭീഷണിയിലോ പ്രലോഭനങ്ങളിലോ വഴങ്ങിയിട്ടാവരുത്. അതൊക്കെ ഉണ്ട് ഭരണഘടനയിൽ, ആ സംഗതികളൊക്കെ ഉണ്ട്. ബട്ട് സ്റ്റിൽ ഇവിടെ നടക്കുന്നത് എന്താ? ഇവിടെ വളരെ ഈസി ആയിട്ട് പല കാര്യങ്ങളും പലരെയും പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്ത് പലതും ഓഫർ ചെയ്ത്, ആ ഓഫറിങ്ങിൻ്റെ ഭാഗമായിട്ട് തന്നെ ജോലി ആയിരിക്കാം, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഏറ്റവും ഡൗൺ ആയിരിക്കുമ്പോൾ അയാൾക്കൊരു സപ്പോർട്ടായിരിക്കാം. അങ്ങനെയൊക്കെ പലരെയും മാനിപ്പുലേറ്റ് ചെയ്തിട്ട് ഒരു തരം പരിപാടികൾ, ജിഹാദിൻ്റെ പരിപാടികൾ ഇല്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല. നടക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ ആ നടക്കുന്നത് എക്സ്ട്രീം എന്താ പറയുക, റൈറ്റ് വിങ് ടീമുകൾ മൊത്തം മുസ്ലിങ്ങളും അങ്ങനെയാന്ന് പറയുമ്പോഴാണ് അവരെ ഭാഗത്ത് ഏറ്റവും വലിയ തെറ്റ് ഞാൻ കാണുന്നത്. ഒരിക്കലും അതൊരു മൊത്തം ഒരു റിലീജിയൻ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിപ്പെട്ട ആളുകളുടെ തലയിൽ ഇട്ട് കൊടുക്കരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹിന്ദുക്കളുടെ ഇടയിലും ഉണ്ട്. ഹിന്ദുത്വ കൊണ്ട് നടന്ന്
ഗർവാപ്പസി പോലത്തെ സാധനങ്ങൾ തലക്കി പിടിച്ച് നമുക്ക് നമ്മുടെ മതം ഇനി വിട്ടുകൊടുക്കരുത് എന്ന് പറഞ്ഞ് എക്സ്ട്രീം ഹിന്ദുയിസ്റ്റ് ചിന്താഗതി കൊണ്ട് നടക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. മനസ്സിലായി? എക്സ്ട്രീമിസ്റ്റ് ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാരുണ്ട്, എക്സ്ട്രീമിസ്റ്റ് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളുണ്ട്, എക്സ്ട്രീമിസ്റ്റ് ക്രിസ്ത്യാനിറ്റി മതം തലക്കി പിടിച്ച് നടക്കുന്ന ആളുകളുണ്ട്. സോ അങ്ങനെ ആളുകൾ ചെയ്യുന്നത്, ആ കൂട്ടം ആളുകൾ ചെയ്യുന്നത് അവരെ എന്ത് ചെയ്യുക, ക്രിമിനൽസ് ആയി കണ്ട് അവരെ സൈഡ് ലൈൻ ചെയ്യുക. അല്ലാതെ അത് മൊത്തം എടുത്തു കൊണ്ടുപോയിട്ട് ഈ പറഞ്ഞ മുസ്ലിമിൻ്റെ തലയിലും ഹിന്ദുവിൻ്റെ തലയിലും ക്രിസ്ത്യൻ്റെ തലയിലും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ആൻഡ് പല ഇങ്ങനത്തെ ന്യൂസുകൾ പുറത്തു വരുമ്പോഴും വെരി അൺഫോർച്ചുനേറ്റ് ടു സേ ദിസ്, മുസ്ലിം സഹോദരങ്ങൾ ഒരു പേടി കാരണമായിരിക്കാം. കാരണം ഇതൊക്കെ നാളെ ഇനി ഒന്നും ചെയ്യാത്ത ഞങ്ങളുടെ തലയിൽ വരൂ, ഇവന്മാർ ചെയ്തു കൂടുന്നത് നമ്മുടെ തലയിൽ വരും, അപ്പോൾ നമുക്കിത് ഡിഫെൻഡ് ചെയ്യാം എന്ന് പറഞ്ഞ് നിങ്ങൾ ഡിഫെൻഡ് ചെയ്യാൻ പോകരുത്. മനസ്സിലായോ? അത് ഡിഫെൻഡ് ചെയ്യാൻ പോകരുത്. ഇപ്പോൾ ചെയ്യുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് ഇറ്റ്, അവർ ചെയ്തോട്ടെ, നമ്മൾ ചെയ്യുന്നവരല്ല. നമ്മളാ മതത്തിൽ ജനിച്ചു, നമ്മൾ ആ മതം വിശ്വസിക്കുന്നു, നമ്മൾ മതത്തിൽ മുന്നോട്ട് പോകുന്നു. നമ്മൾ വളരെ അത്ര അത് മാത്രം ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. ഡെയിലി ലൈഫ് അങ്ങനെ പോകണം, അത്രേ ഉള്ളൂ. അല്ലാതെ ഇത് മതം പരത്തി നടക്കാനോ മതത്തിലേക്ക് ഒരാളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാനോ ഒന്നും നടക്കുന്നവരല്ല. അങ്ങനെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവരെ നാട്ടിൽ എന്ത് ചെയ്യണം, ക്രിമിനൽസ് തന്നെ പറഞ്ഞിട്ട് അവരെ പിടിച്ച് അകത്തിടണം. അത് ക്രിമിനൽ ആക്ടിവിറ്റി ആയിട്ട് നിങ്ങളും കാണണം, ഡിഫെൻഡ് ചെയ്യാൻ പോകരുത്. പക്ഷേ മുസ്ലിം സഹോദരങ്ങൾക്കിടയിൽ ഞാൻ എപ്പോഴും കണ്ടിട്ടുള്ളത് ഒരു ഡിഫൻസ് മെക്കാനിസം ചാടിക്കയറി വന്ന് വർക്ക് ചെയ്യാറുണ്ട്. ചില ന്യൂസുകൾ, ചില കാര്യങ്ങൾ പുറത്ത് വരുമ്പോൾ ആ ഡിഫൻസ് മെക്കാനിസം നിങ്ങളൊന്ന് ഓഫാക്കിയിട്ട് നിങ്ങൾ കുറച്ചും കൂടി അതിൻ്റെ എന്താണ് സംഗതി എന്നുള്ളത് ചിന്തിച്ച് കൃത്യമായിട്ടുള്ള റിപ്ലൈസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ എക്സ്ട്രീം റൈറ്റ് വിങ്ങിൻ്റെ കുറേ ഈ പ്രൊപ്പഗണ്ട പരിപാടികളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെട്ടു പോകാൻ പറ്റും. അപ്പോൾ ഈ TCS വിഷയത്തിലേക്ക് വരുമ്പോൾ ഇതിൽ അകത്തായവരുടെ കൂട്ടത്തിൽ ദ കിങ് പിൻ ഈ വിഷയത്തിൽ ഒരു ലേഡി ആയിട്ടാണ് അറിയുന്നത്. ഓക്കെ, നിധ ഖാൻ HR മാനേജറാണ് TCS നാസിക്കിലെ. ഈ നിധ ഖാൻ ഇതുവരെ പിടിച്ചിട്ടില്ല. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നവരെ പിടിച്ചിട്ടില്ല നിധ ഖാനെ. ഈ നിധ ഖാനാണ് 20-25 വയസ്സുള്ള ഹിന്ദു പെൺകുട്ടികളെ ഈ രീതിയിൽ ഇവർക്ക് ഒരു മോഡസ് ഓപ്പറേറ്റ് ചെയ്ത് മതപരിവർത്തനമാണെങ്കിൽ അത്, അല്ലെങ്കിൽ അവരെ ശാരീരികമായിട്ട് ഉപയോഗിക്കാനാണെങ്കിൽ അങ്ങനെ അവരെ ഏത് രീതിയിലും എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലേഡി ത്രൂ ആണ് ഇതൊക്കെ എക്സിക്യൂട്ട് ചെയ്തതെന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് ഈ ലേഡി ഇതുവരെ പിടിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു, ഈ വീഡിയോ ചെയ്യുന്നവരെ പിടിച്ചിട്ടില്ല. ഇനിയിപ്പോൾ രാത്രി പിടിച്ച ന്യൂസ് വരുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇനി ഡീപ്പ് ഇൻസൈഡ് ദിസ് പെർട്ടിക്കുലർ കേസ് പോയി കഴിഞ്ഞാൽ SIT നേരത്തെ നിങ്ങൾ ന്യൂസിൽ കേട്ട പോലെ ഈ ഒരു പെർട്ടിക്കുലർ കമ്പനിയിലേക്ക് 2022 മുതൽ 2026 ഇന്നലെ വരെയുള്ള സംഭവമാണ്. ഈ ഒരു 4 വർഷത്തിനിടയിൽ നടന്ന സംഭവമാണ്. അപ്പോൾ ഈ സംഭവങ്ങളിൽ SIT രൂപീകരിച്ച് അവർ വളരെ സീക്രട്ടായിട്ട് ഈ TCSൽ കയറി അവരുടെ അന്വേഷണം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ഇത് ന്യൂസ് പുറത്ത് ബ്രേക്ക് ചെയ്യുന്നത്, ഇവരെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആദ്യം ഒരു പെൺകുട്ടിയുടെ കുടുംബം കൊടുത്ത ഒരു പരാതിയിൽ നിന്ന് തുടങ്ങുകയാണ് ഇതിൻ്റെ അന്വേഷണവും കാര്യങ്ങളും. ഓക്കെ, ഇതിൽ മെയിനായിട്ട് പറയുന്ന 1-2 കാര്യങ്ങൾ, 1-2 അല്ല, ഒരുപാട് കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങൾ ഹിന്ദു ദൈവങ്ങളെ മോശമായ രീതിയിൽ അധിക്ഷേപിക്കുന്ന ഒരു തരം മോഡസ് ഈ ആളുകൾക്കിടയിലുണ്ട്, ഈ കോക്കസിൻ്റെ ഇടയിലുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ സ്ത്രീകളെ നിർബന്ധിപ്പിച്ച് non-veg കഴിപ്പിക്കുന്ന പരിപാടിയുണ്ട്. ആൻഡ് ഇവർ ലിപ്സ്റ്റിക്കും സാധനങ്ങളും ഒക്കെ യൂസ് ചെയ്യാതിരിക്കാൻ ഫ്രണ്ട്സിൽ നിന്ന് അകറ്റി നിർത്തുന്ന ഒരു പരിപാടിയുണ്ട്. സെക്ഷുവലി അവരെ ഉപയോഗിച്ചതിന് ശേഷം വിവാഹം കഴിക്കാമെന്നുള്ള വാഗ്ദാനം കൊടുക്കുന്ന ആ രീതിയിലുള്ളൊരു പാറ്റേൺ നമുക്കിതിൽ കാണാൻ പറ്റും. അങ്ങനെ ഇതിനകത്തൊക്കെ ഒരു പാറ്റേൺ വെച്ചിട്ട് ഇവർ പ്രവർത്തിച്ചിട്ടുണ്ട് ഇത്രയും ആളുകൾ എന്നാണ് പറയുന്നത്. ആൻഡ് ഇതിൽ പാറ്റേണിൽ ഏറ്റവും വൈറ്റലായിട്ടുള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ, ആദ്യം ഒരാൾ പ്രണയം നടിച്ച് ഒരു കുട്ടിയെ യൂസ് ചെയ്യും, അത് വേറൊരാൾക്ക് ഇൻഫർമേഷൻ പാസ് ചെയ്യും, ആ വ്യക്തി പറയും നീ മറ്റവൻ്റെ ഒപ്പമുള്ള ഫോട്ടോ വീഡിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞ് ത്രട്ടൻ ചെയ്യും, വീണ്ടും ആ കുട്ടിയെ ഉപയോഗിക്കും. അങ്ങനെ ഇതിങ്ങനെ ഒരു കുട്ടീനെ തന്നെ ഇങ്ങനെ യൂസ് ചെയ്ത് ആ കുട്ടിയെ ഒരു ടിഷ്യൂ പേപ്പർ പോലെ ആക്കി കളയും. അങ്ങനത്തെ ഒരു പാറ്റേൺ ഇവരുടെ ഇടയിൽ വളരെ എവിഡൻ്റ് ആയിട്ട് കാണാൻ പറ്റും എന്നുള്ളത്
ഈ ഒരു പെർട്ടിക്കുലർ കേസ് അന്വേഷിച്ച SITയുടെ റിപ്പോർട്ട്സിനകത്തുണ്ട് എന്നുള്ളതാണ്. ആൻഡ് വിക്ടിമായിട്ടുള്ള ആളുകൾ പല സോഴ്സുകളിലും കൊടുത്ത ഇൻഫർമേഷൻസ് എന്നൊക്കെ നമുക്ക് പേഴ്സണലി മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെയും ഇതിനകത്ത് നോക്കുന്ന സമയത്ത് ഇതിനകത്തൊരു ഇൻ്റർനാഷണൽ ഹാൻഡ് ഉണ്ടോ എന്നുള്ളത് ഡെഫിനറ്റ്ലി ഇവിടെ NIA അടക്കം അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. വൈ? ബിക്കോസ് ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ മതത്തിന് വേണ്ടി മാത്രമായിരിക്കണമെന്നുണ്ടോ? ഒരു മനുഷ്യക്കടത്ത് പോലത്തെ സെറ്റപ്പ് ആണെങ്കിലോ, ഓർഗൻസിന് വേണ്ടിയിട്ടാണെങ്കിലോ, അങ്ങനെയാവാം. അതിനുള്ള ഹൈ ചാൻസസ് ആണ്. പിന്നെ ഇതിലൊക്കെ പോയിട്ടൊരു IT ഇത്രയും പഠിപ്പും വിദ്യാഭ്യാസം ഉള്ളവർ പോയി പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പെടുന്നത്. മത തീവ്രവാദം എന്ന് പറഞ്ഞ സാധനം ഒരു സാധാരണക്കാരനായ ഒരു കൂലിപ്പണിക്കാരനായ ഒരു മനുഷ്യൻ്റെ തലയിൽ ഉള്ളതിനേക്കാൾ അളവിൽ ഇരട്ടി കൂടുതലായിരിക്കും ഒരു ഇതേപോലത്തെ വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടൊരു പ്രൊഫഷണൽ ജോബിലിരിക്കുന്ന ഒരാൾക്ക്. അത് ഭയങ്കര ട്രൂ ആണ്, റിയാലിറ്റിയാണത്. ഞാനിപ്പോൾ ഇതിൻ്റെ എല്ലാത്തിനും ഇടയിൽ എല്ലാ തലത്തിൽ നിൽക്കുന്ന ആളുകളോടും ഒരുപോലെ ഇടപഴകുന്ന ഒരു മനുഷ്യനാണ്. ഞാനിവിടുത്തെ സാധാരണക്കാരോട് സംസാരിക്കാറുണ്ട്. സാധാരണക്കാരൻ ഇൻ ദ സെൻസ് എന്നെപ്പോലുള്ള ആൾക്കാരോട് ഞാൻ സംസാരിക്കാറുണ്ട്. വളരെ നോർമലായിട്ട് ജീവിക്കണം. ഒരു ദിവസം കഴിഞ്ഞിട്ട് പോകണം, പിറ്റേ ദിവസം രാവിലെ എണിക്കുമെന്ന് പോലും അറിയില്ല. അങ്ങനെ ജീവിച്ചു പോകുന്ന ആൾക്കാരുണ്ട്. ഉള്ള ദിവസം അടിച്ചു പൊളിക്കുക. അതിനകത്ത് മതവും ഇല്ല, രാഷ്ട്രീയവും പരിപാടികളൊക്കെ അധികം ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. ചിന്തിക്കേണ്ട സമയത്ത് രാഷ്ട്രീയം ചിന്തിക്കാം, മതത്തിനെ കുറിച്ച് ഒന്നും ചിന്തിക്കുന്നില്ല. അങ്ങനെ ലൈഫ് എൻജോയ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. അവരെ മനസ്സിലും അവരുടെ തലയിലൊക്കെ ഇപ്പോൾ മത തീവ്രവാദം കുത്തിവെക്കാൻ ഒരാൾ വന്നിട്ട് നടക്കുന്ന പരിപാടിയൊന്നുമില്ല. ഓടാവില്ലെന്ന് പറയും, ഇതൊന്നും ആലോചിച്ച് നടക്കാൻ നമുക്ക് സമയമില്ല എന്ന് പറയും. പക്ഷേ കുറേ സ്വത്ത് സമ്പാദിച്ച് കുറേ എന്താ പറയുക ഉണ്ടാക്കണം അല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ചിട്ട് അല്ലെങ്കിൽ ഇതേപോലെ എന്തെങ്കിലും ഒരു ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു കോർപ്പറേറ്റിലൊക്കെ ജോലി ചെയ്യുന്ന ഒരു പ്രൊഫഷണലിന് അവർക്ക് ഇതൊരു തരം എന്താ പറയുക മതം എന്ന് പറയുമ്പോഴത്തേക്ക് അവർ കുറച്ചും കൂടി വോണറബിൾ ആയിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ഈ പേരിലൊക്കെ പറ്റിക്കാൻ പറ്റും, അവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഈസിയാണ്. സ്ട്രീറ്റ് സ്മാർട്ട് അല്ല അവരൊന്നും, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇങ്ങനെയുള്ള ആളുകൾ ഞാൻ സ്ട്രീറ്റ് സ്മാർട്ടായിട്ട് കണ്ടിട്ടില്ല. സ്ട്രീറ്റ് സ്മാർട്ടായിട്ടുള്ള ആളുകളാകുമ്പോൾ എന്താ വിഷയം എന്നറിയോ? ഏതെങ്കിലും ഒരുത്തം വന്ന് പറഞ്ഞാലും ഇങ്ങനെ ആലോചിക്കും, എന്തിനാ എന്നോട് ഇത് പറയുന്നത്. ആരെയും കണ്ണടച്ച് വിശ്വസിക്കാൻ പോകുന്നില്ല. പക്ഷേ ഈ IT മേഖലയിൽ പ്രഷറിൽ ഇത്രയും സ്ട്രെസ്സിൽ വർക്ക് ചെയ്യുന്നവർ പെട്ടെന്ന് കൊളീഗ്സിനൊക്കെ വിശ്വസിച്ച് പോകുന്നൊരു സിറ്റുവേഷനാണ്. ഓക്കെ. പിന്നെ ലഹരി ഓബിയസ്ലി ഒന്നിലും വീഴുന്നില്ല. ലൈഫ് സ്റ്റൈൽ കാണിച്ചാൽ അതിൽ വീഴുന്നില്ല. വേറെ എന്തെങ്കിലും പൈസ ഓഫർ ചെയ്തിട്ട് അതിൽ വീഴുന്നില്ല. സെക്സ് ഓഫർ ചെയ്തിട്ട് അതിൽ വീഴുന്നില്ല. ദെൻ വാട്ട്സ് നെക്സ്റ്റ്? ലഹരി. എനിക്ക് എൻ്റെ ബലമായ സംശയം ഇതൊരു മതപരിവർത്തനം, ഇവർ ഈ പറയുന്ന ലവ് ജിഹാദ്, ഈ ആംഗിളിനേക്കാൾ കൂടുതൽ എനിക്കിതിൽ തോന്നുന്നത് ദിസ് ഈസ് എ ട്രാപ്പ് സെറ്റ് ബൈ ഈ ലഹരി മാഫിയ. കാരണം ഇങ്ങനത്തെ കോർപ്പറേറ്റ് കമ്പനികളിൽ ഏറ്റവും കൂടുതൽ റൺ ചെയ്ത് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത് ലഹരി മാഫിയകളാണ്. ഈ സ്ട്രെസ്സിൽ നിന്നും പ്രഷറിൽ നിന്നും ഒക്കെ ഇവർ റിലീവായിട്ട് ലൈഫിൽ കുറച്ച് നേരം പച്ചലടിച്ചിരിക്കട്ടെ, കല്ലടിച്ചിരിക്കട്ടെ, ഇങ്ങനെ ചിന്തിച്ചു പോകുന്ന ആൾക്കാരാണ് ഇവരൊക്കെ. ഒറ്റപ്പെട്ട ജീവിതങ്ങളാണ്. ഫാമിലിയിൽ നിന്നൊക്കെ മാറി ഏതെങ്കിലും ഒരു ഫ്ലാറ്റിൽ ഒരു 1 BHK 2 BHK ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കാം, അല്ലെങ്കിൽ ആ കൊളീഗ്സ് ആരെങ്കിലും ഒക്കെ കാണുമായിരിക്കും. വീക്കെൻഡ്സ് വരിക, വെള്ളമടിക്കുക, കണ്ടത് വലിച്ചു കയറ്റുക, കുറേ ഫുഡ് അടിക്കുക, ഉറക്കം ശരിയാവില്ല, സ്ട്രെസ്സാണ്. വന്നു കഴിഞ്ഞാൽ സീനിയറിൻ്റെ കയ്യിൽ നിന്ന് ചീത്ത, മറ്റേ ടീം ലീഡറിൻ്റെ കയ്യിൽ നിന്ന് ചീത്ത, HR മാനേജറുടെ കയ്യിൽ നിന്ന് ചീത്ത, അങ്ങനെയൊക്കെ പോകുന്ന ആളുകൾക്ക് ലഹരിയുടെ ഇത് അവരെ പുറത്തും കാര്യമുണ്ട് തോന്നുന്നില്ല. കാരണം ഇത് ഒഴുക്കി വിടുകയാണ്. അപ്പം ഇത് എന്തോ ലഹരി മാഫിയ സംഘങ്ങളുടെ കണ്ണികളായ ഈ വ്യക്തികളെ ആ ലഹരി മാഫിയ എക്സ്പോസ് ആവാതിരിക്കാൻ വേണ്ടി ഇതിൽ ഈ പറഞ്ഞ റിലീജിയസ് സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചോ എന്നുള്ളത് കൃത്യമായിട്ട് പോലീസ് അന്വേഷിച്ചേ പറ്റൂ. ഓക്കെ. അതോ ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു കൂട്ടം ആളുകൾ ഇവിടെ ഈ ജിഹാദ് അഴിച്ചു വിടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇതൊരു TCSൽ മാത്രം നിൽക്കുന്ന കാര്യമായിരിക്കില്ല. വേറെ ഇഷ്ടംപോലെ MNC കമ്പനികളിൽ സിമിലർ സിറ്റുവേഷനിൽ പോകുന്ന ആളുകളുണ്ടാവും. സിമിലർ കൈൻഡ് ഓഫ്
ഗ്യാങ്ങുകൾ കാണും. അപ്പോൾ അവരൊക്കെ ഫൗണ്ട് ഔട്ട് ചെയ്യണം. ആൻഡ് ഞാൻ മീഡിയാസ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. വാട്ട് അബൌട്ട് അവർ സെൻട്രൽ ഗവൺമെൻറ്? ഓക്കെ, ലവ് ജിഹാദ് ഇല്ല എന്നുള്ളത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞൊരു വിഷയമാണ്. ഞാനും അത് എൻഡോസ് ചെയ്യുന്നില്ല. കാരണം അതിനുള്ള പ്രൂഫോ കാര്യങ്ങളൊന്നും ഇല്ല. അത് അത്ര തെളിയിക്കാൻ പറ്റിയൊരു ഐറ്റവും അല്ല. ബട്ട് ഒരു SIT ഫോം ചെയ്ത് 4 വർഷം നടന്ന ഈ അതിക്രൂരമായിട്ടുള്ള ഈ മോഡസ്, അതിൻ്റെ വിക്ടിംസ്, അവരുടെ തുറന്നു പറച്ചിൽ, ഈ SIT ഫോം ചെയ്ത് ഇവർ സെൽഫായിട്ട് അണ്ടർ കവർ ഓപ്പറേഷൻ നടത്തിയ ആ TCSൽ നിന്ന് കണ്ടെത്തിയ ആ തെളിവുകൾ, ഇത്രയും വിഷയമാകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഈ രാജ്യം ഭരിക്കുന്ന ആളുകൾ ഇത് അഡ്രസ് ചെയ്യണ്ടേ? മീഡിയാസ്, റൈറ്റ് വിങ് മീഡിയാസ് ഇത് ആക്സെപ്റ്റ് ചെയ്ത് ഞാൻ കണ്ടു, അല്ലെങ്കിൽ അവരിത് എൻഡോസ് ചെയ്ത് കണ്ടു എന്നല്ലാതെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയോ അല്ലെങ്കിൽ അതിൻ്റെ നേതാക്കന്മാരോ ഒന്നും ഇത് ഏറ്റെടുത്തതായിട്ട് എൻ്റെ അറിവിലില്ല. വൈ? അവരെന്തുകൊണ്ട് അവിടെ മിണ്ടാതിരിക്കുന്നു? TCS എന്ന് പറഞ്ഞ ജയൻറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാനോ? കുറച്ച് ദിവസം സംസാരിച്ച് മീഡിയ ഒക്കെ കുറഞ്ഞിങ്ങനെ കുറച്ച് ദിവസം കുറേ അർണബും ടീമും സംസാരിക്കും. കേരളത്തിൽ പിന്നെ അത് സംസാരിക്കാൻ വലിയ ചാൻസ് ഒന്നുമില്ല. കേരളത്തിൽ എന്തുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല? മീഡിയാസ് അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ പറഞ്ഞ ഈ റിലീജിയൻ ആസ്പെക്റ്റ് ഒക്കെ ഒന്ന് മാറ്റി. പക്ഷേ നിങ്ങളൊന്ന് ആലോചിക്കും, നമ്മളെ നാട്ടിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾ ഇതേപോലുള്ള MNC കമ്പനികളും എസ്പെഷ്യലി BPOസിലൊക്കെ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. സിമിലർ സിറ്റുവേഷനിൽ പോകുന്ന ഏതെങ്കിലും ആൾക്കാരുണ്ടോ എന്നുള്ളത് നിങ്ങൾ ന്യൂസ് ചെയ്താലേ അറിയാൻ പറ്റൂ. ദേ വിൽ കോൺടാക്ട് യു ഫോർ ഡെഫിനറ്റ്ലി. അവർ ചെയ്യും. ഞാനൊരു വീഡിയോ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ എത്ര പേര് കോൺടാക്ട് ചെയ്യുന്നുണ്ട് നമുക്കറിയാം. അപ്പോൾ ഒരു ന്യൂസ് ചാനലിന് എത്ര പേര് കോൺടാക്ട് ചെയ്യും? സോ ദിസ് ഈസ് എ സീരിയസ് തിങ്. പക്ഷേ ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതിനകത്ത് ഈ പറഞ്ഞ മതം കൊണ്ടുവന്ന് വെച്ച് ഈ ഒരു ജിഹാദ് എലമെൻ്റ് കൊണ്ടുവരുന്നത് മേ ബി ലഹരി മാഫിയ പുറത്തങ്ങോട്ട് അവരുടെ ആ ഒരു ഫേസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊരു സംശയം എനിക്കുണ്ട്. കാരണം ഇനി പല MNCകളിലും ഇതേപോലെ അന്വേഷണങ്ങളും കാര്യങ്ങളും നടക്കും. അത് ഈ ജിഹാദ് റിലേറ്റഡ് ആയിരിക്കും, ലഹരി റിലേറ്റഡ് ആവില്ല. സോ അവിടെ രക്ഷപ്പെട്ടു പോകുന്നത് ലഹരിയുടെ ആസ്പെക്റ്റാണ്. ലഹരിയുടെ കാര്യം വരുമ്പോഴത്തേക്ക് അതിനകത്ത് ഹിന്ദു എന്നില്ല, മുസ്ലിം എന്നില്ല, ക്രിസ്ത്യൻ എന്നില്ല, ഒരു മനുഷ്യനും ഇല്ല. ലഹരി ഈസ് ലഹരി, ലഹരി മാഫിയ ഈസ് ലഹരി മാഫിയ. അവരൊരു സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. അതിനെയാണ് ഇല്ലാതാക്കേണ്ടത്. ആൻഡ് ബ്ലഡി IT-കാരുടെ ഇടയിൽ അവരാണ് ഏറ്റവും കൂടുതൽ ഗ്രിപ്പ് ചെയ്തിട്ടുള്ളത്. സോ സംവെയർ ഐ ഫീൽ ലൈക്ക് ഇതൊരു പക്ക ലഹരി മാഫിയ ആണ്. കാരണം ഇവരുടെ മോഡസ് കാണുമ്പോൾ തന്നെ അത് വളരെ എവിഡൻ്റ് ആണ്. പിന്നെ അതിലേക്ക് ഇപ്പം ഈ പറഞ്ഞ പോലെ ഇത് കേസായി, വിഷയമായി, ഇത് ഭയങ്കര സീനായി, മീഡിയ അത്ര അറ്റൻഷൻ വന്നു എന്ന് കണ്ടപ്പോൾ മീഡിയയും കൂടി അറിഞ്ഞിട്ട കുറേ മതം എലമെൻറ്റ് ഇതിനകത്ത് വെച്ച പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ദിസ് ഈസ് മൈ കോൾ. വരും ദിവസങ്ങളിൽ ബാക്കി അപ്ഡേറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിക്കാം.